ഹലോ ഗായ്സ്, മദർഹുഡ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കിംഗ് മദേഴ്സില്ലേ, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു ടോപ്പിക് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടോപ്പിക് എന്താണെന്നല്ലേ, അതായത് നമ്മുടെ അമ്മമാരുടെ വർക്ക് ചെയ്യുന്ന അമ്മമാരുടെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് അവർക്കധികം ലീവൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഡ്യൂട്ടിക്ക് ഇടയിൽ മറ്റേർണിറ്റി ലീവ് എന്ന് പറഞ്ഞുകൊണ്ട് അധികം നാളൊന്നും കിട്ടത്തില്ല, കുറച്ച് മാസങ്ങളെ കിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറാനാകുമ്പോഴത്തേക്കും അമ്മമാർക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും. അതായത് എൻ്റെ കുഞ്ഞിന് ഇനി ഫോർമുല കൊടുക്കണമല്ലോ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞിന് എനിക്ക് എൻ്റെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് ഓർത്ത് ഏതൊരു അമ്മയ്ക്കും ആ ഒരു വിഷമം ഉണ്ടാവും, എന്തായാലും ആ ഒരു വിഷമം ഉണ്ടാവും. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ട്, അതായത് ഈ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ ആ ഒരു മെത്തേഡ്സ്, ആ ഒരു ഡീറ്റെയിൽസ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രിക് എഗ്രി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ അറിവൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഇൻഫർമേഷൻ ഫുൾ പാസ് ചെയ്തത് എൻ്റെ ഒരു കസിൻ ചേച്ചിയാണ്, ദീപ്തി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി നേഴ്സുമാണ്, അപ്പം അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുമാണ്. അപ്പം ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും ഒരു സമാധാനമായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതെടി, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അപ്പോൾ നീ ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വർക്ക് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഒരു സമാധാനം, അറിയില്ലാത്തവരൊന്ന് അറിഞ്ഞോട്ടെ, അവർക്കൊരു സമാധാനം ആകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് എങ്ങനെ കൊടുക്കാം, അതിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ കുറച്ച് സബ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് അതിൽ മെയിൻ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പാല് എടുക്കാം. ഈ പാല് എങ്ങനെ എടുക്കാം എന്നുള്ളത് മൂന്ന് മെത്തേഡ്. ഒന്ന് നമ്മുടെ ബൈ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ബ്രസ്റ്റിൽ നിന്ന് പിഴിഞ്ഞ് നമുക്ക് പാലെടുക്കാം. പക്ഷെ അത് നമുക്ക് തന്നെ അറിയാം എത്രത്തോളം അത് എഫക്റ്റീവ് ആവും എന്നുള്ളത്. കാരണം വെച്ചാൽ അത് കുറച്ച് റിസ്ക്കിയാണ്, പിന്നെ പാല് അത്രയ്ക്കൊന്നും കിട്ടത്തുമില്ല അല്ലേ. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് മാനുവൽ ബ്രസ്റ്റ് പമ്പ് ഉണ്ട്. അത് നമുക്കത് മാനുവലായിട്ട് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പമ്പാണത്. ഓക്കെ, അത് നമുക്ക് ആ മാനുവലിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഡ്രോബാക്ക് എന്നല്ല, അതും കുറച്ച് റിസ്ക്കിയാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ സക്ക് ചെയ്ത് എടുക്കും പോലെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം മാനുവൽ ബ്രസ്റ്റ് പമ്പിൻ്റെ കാര്യം അത്. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബ്രസ്റ്റ് പമ്പ് ഉണ്ട്. ഇലക്ട്രോണിക് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് അതാണ് കുറച്ചും കൂടെ ഈസി. അതായത് നമ്മൾ കറണ്ടിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് പാലെടുക്കുന്നതാണ് അതുകൊണ്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ഈസി മെത്തേഡ് അതാണ്. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജുമായി പറയുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഓൺലൈനിൽ നിന്നൊക്കെ ഈ സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഓൺലൈനിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ റിയൽ പ്രൈസിനേക്കാളും കുറച്ച് നമുക്ക് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. ഞാൻ ഫിലിപ്സിൻ്റെ അവൻറ്റിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാനാണെങ്കിൽ വാങ്ങാം, പിന്നെ ഡയറക്റ്റ് പോയി വാങ്ങാനാണെങ്കിൽ വാങ്ങിക്കോ. ഈ ഇലക്ട്രോണിക് പമ്പിന് ഞാൻ ഓൺലൈനിൽ കണ്ട ഏകദേശം റേറ്റ് എന്ന് പറയുന്നത് ഒരു 8,000 അടുത്തുണ്ട്. മാനുവൽ പമ്പിൻ്റെ ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ എങ്ങനെ പാല് എടുക്കാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ പിഴിഞ്ഞെടുക്കുന്ന പാല് എന്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം എന്തിനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ എടുക്കുന്ന പാല് എവിടെയാണ് കൊണ്ട് സൂക്ഷിച്ച് വെക്കുക, ചുമ്മാ കുപ്പിക്കകത്ത് വെച്ചാൽ മതിയൊന്നും അല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ് ഉണ്ട് ഒന്നാമത്തത്. അടുത്ത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു കപ്പായിട്ട് തന്നെ ഉണ്ട്, ഒരു ചെറിയൊരു ടിന്നായിട്ട്. ഇത് രണ്ടും ഈ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ളതാണ്, ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്ത് വരുന്നതാണ്. അപ്പം നമ്മൾ രണ്ടാമതൊന്നും സ്റ്റെറിലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ട് പമ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ സ്റ്റോറേജ് ബാഗിലോട്ട് നമ്മൾ പാല് ഒഴിച്ചു വെക്കുക.
ഒഴിച്ച് വെച്ചിട്ട് സ്റ്റോറേജ് ബാഗിലോട്ടോ അല്ലെങ്കിൽ ആ ടിന്നിലോട്ടോ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാല് നമ്മൾ ഒഴിച്ച് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഈ മാനുവൽ ബ്രസ്റ്റ് മിൽക്ക് പമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അതെപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ വൺ ടൈം നമ്മൾ പാല് എടുത്തതിന് ശേഷം, അതായത് സെക്കൻഡ് ടൈം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി അത് ക്ലീൻ ചെയ്യുക. അതിനകത്ത് അതിന് മുമ്പ് ഉപയോഗിച്ച പാലിൻ്റെ അംശങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അപ്പം ക്ലീൻ ആയിരിക്കണം എപ്പോഴും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്, അത് എന്തിലോട്ടാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് അത് ഞാൻ പറഞ്ഞു. ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ കപ്പ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ ഫിലിപ്സ് അവൻറ്റിൻ്റെയാണ് ലിങ്ക് ഇട്ട്, കാരണം ഏറ്റവും നല്ല ബ്രാൻഡ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ ഫിലിപ്സിൻ്റെ അവൻ്റാണ്. അപ്പം അത് നിങ്ങൾക്ക് എന്താ പറയുക, അതിൻ്റെയൊക്കെ ലിങ്ക് എല്ലാം താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങണമെങ്കിൽ ലിങ്കിൽ ഉപയോഗിച്ചിട്ട് ആമസോണിൽ നിന്നാണ് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഓക്കെ. ഇനി അടുത്തത്, അതായത് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത്, അതായത് ബാഗിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കപ്പിലാക്കി ടിന്നിലാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാല്, പിന്നെ ബാഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നുകൂടി പറയാണ്ട്, ഇത് എല്ലാം വൺ ടൈം യൂസ് ആട്ടോ. അതായത് യൂസ് ആൻഡ് ത്രോ. വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാല് നമ്മൾ ഒന്ന് ഉപയോഗിച്ച് പിന്നെ അത് റീയൂസ് ചെയ്യാനാവില്ല. അതിൽ ഏതിൻ്റെ കാര്യമാണെങ്കിലും വൺ ടൈം യൂസാണ് അത്. നമുക്ക് അതായത് ഞാൻ പറഞ്ഞ സ്റ്റെറിലൈസ് ചെയ്ത് വരുന്ന ബാഗുകളാണ്. അപ്പോൾ അതിനകത്തൊരു പാൽ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ആ പാല് പിന്നെ യൂസ് ചെയ്യാൻ എടുക്കുമല്ലോ, എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാലെടുത്തിട്ട് അതിനകത്ത് വെക്കാനാവില്ല. അത് വൺ ടൈം യൂസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ ഉപയോഗിക്കാമെന്ന് കരുതരുത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്ന ഈ പാല്, അതായത് ബാഗിലാക്കി വെച്ചിരിക്കുന്ന പാല് അല്ലെങ്കിൽ ടിന്നിലാക്കി വെച്ചിരിക്കുന്ന പാല് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുക? അത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ ഫ്രീസർ അല്ലാത്ത ഭാഗത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊരു എന്താ പറയുക, ഒരു 4 to 6 hours വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ അത് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇനിയിപ്പം റൂം ടെമ്പറേച്ചർ അല്ല, നമുക്കത് ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗത്താണെങ്കിൽ നമുക്കൊരു 4 days വരെ, മാക്സിമം ഒരു 4 days വരെ അതിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൻ്റെ തൊട്ട് താഴെ നമ്മളത് വെക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് പെട്ടെന്ന് ഫംഗസ് ഒക്കെ കയറുന്ന ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഇടയിലൊന്നും വെക്കാതെ ഇതിനു വേണ്ടി തന്നെ ഒരു സെക്ഷനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കുക. ഇത് വെക്കുമ്പോൾ ഇത് തന്നെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം വേറെ ഫംഗസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ മീറ്റ് ഐറ്റോ അല്ലെങ്കിൽ ഫിഷ് ഐറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അറിയാതെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കണ്ട. ഇത് തന്നെയായിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ എന്താ പറയുക, ഫ്രീസറിൽ വെക്കുന്നതാണെങ്കിൽ നമുക്കൊരു 3 മാസം വരെ നമ്മൾ ഈ സൂക്ഷിച്ച് വെക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് അവിടെ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് 3 മാസത്തോളം വരെ അതിനൊരു ലൈഫ് ടൈം ഉണ്ട് ഈ നമ്മൾ ആ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. ഒന്ന് റൂം ടെമ്പറേച്ചർ പറഞ്ഞു. റൂം ടെമ്പറേച്ചറിൽ നമുക്കൊരു 4 to 6 hours വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ഫ്രീസറിൻ്റെ തൊട്ട് താഴെ വെക്കുന്നെങ്കിൽ ഒരു 4 days വരെ നമുക്ക് വെക്കാം. അത് ആ ഡോറിൽ വെക്കരുത് കേട്ടോ, നമ്മളെ പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു കോളത്തിൽ തന്നെ വെക്കണം ഉള്ളിൽ. പിന്നെ ഫ്രീസറിലാണ് വെക്കുന്നെങ്കിൽ ഒരു 3 days വരെ നമുക്ക് ഫ്രീസറിലാണ് വെക്കുന്നത് 3 months വരെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, കാരണം എന്താണെങ്കിലും ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫോർമുല മിൽക്ക് ഇപ്പം അമ്മമാർ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അമ്മമാരുടെ ഒരു വിഷമമായിരിക്കും, അതായത് എൻ്റെ കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കണമല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും. അപ്പം ഈ ഫോർമുല മിൽക്കിനേക്കാളും എന്തുകൊണ്ട് നല്ല നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയല്ലേ, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് അല്ലേ. അപ്പോൾ എന്താ പറയുക, അമ്മമാർക്ക് ഒരു വിഷമം വേണ്ട, അവരുടെ മിൽക്ക് പോകുന്നു എന്നുള്ള വിഷമവും വേണ്ട. അവർക്ക് നല്ല കുഞ്ഞിന് മുലപ്പാൽ തന്നെ കൊടുത്തിട്ട് അവർക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. ഇതിന് വേറെ യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉള്ളതായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് എല്ലാവരും എഗ്രി ചെയ്തിട്ടുള്ള പ്രൂവഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത കാര്യം വെച്ചാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഈ സ്റ്റോർ ചെയ്ത് വെച്ചത് നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്? അടുത്ത ടോപ്പിക് അതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രീസറിന് തൊട്ട് താഴെ വെച്ചിരിക്കുന്ന ഏതുമാവട്ടെ അത് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ ആ ബാഗിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം നമ്മൾ ആ ഓരോ ബാഗിലും നമ്മൾ ഒരു ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടാവണം. നമ്മൾ ആ ഏത് ദിവസമാണോ എടുക്കുന്നത് ആ ഡേറ്റ് നമ്മൾ അതിൽ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ബാഗ് ഉപയോഗിക്കാൻ എടുക്കുമ്പം ഏറ്റവും ആദ്യം ഏതാണോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ പാലേ നമ്മൾ ആദ്യം ഉപയോഗിക്കാവുള്ളൂ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പം മിനിഞ്ഞാന്ന് പാലെടുത്ത് വെച്ചു, അതായത് സ്റ്റോറേജ് ബാഗിൽ ഞാൻ ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് വെച്ചു. ഇന്നലെ ഒരെണ്ണം എടുത്ത് വെച്ചു.
അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇന്നലെ എടുത്ത് വെച്ചതല്ല എടുക്കേണ്ടത് ആദ്യം. അതായത് മിനിങ്ങാന്ന് എടുത്ത് വെച്ചത് ആ സാധനമാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. അപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ആ സ്റ്റോറേജ് ബാഗ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ടിന്ന് എടുത്തിട്ട് നമ്മളൊരു ആ പാല് അത് ഓൾറെഡി കട്ടയായിട്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമ്മളത് എന്താക്കണം, നമ്മൾ ഒരു ചൂടുവെള്ളത്തിൽ ഒരു പാത്രത്തിലോട് ചൂടുവെള്ളം, ഒത്തിരി ചൂടല്ല എന്നാലും ഒരു ലൈറ്റായിട്ടുള്ള ചൂട് ഒഴിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഈ ബാഗ് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഈ ടിന്ന് ഇറക്കി വെക്കുക. ആ ടിന്ന് ഇറക്കി വെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ മെൽറ്റായിട്ട് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഒരു ചെറിയ ചൂടിലല്ലേ ഉണ്ടാവുക, തണുത്തിട്ടല്ലല്ലോ. അപ്പോൾ ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു ചൂടാകുമ്പോഴത്തേക്കും നമ്മളത് എടുത്തിട്ട് ബോട്ടിലിൽ ഒഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇനി അതല്ല, എന്താ പറയുക, അതിപ്പം അങ്ങനെ ബാഗ് തന്നെ ഇറക്കണ്ട. ഇനി അല്ല, നിങ്ങൾക്കൊരു വേറൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇത് തുറന്ന് അത് ഒഴിച്ചിട്ട് ആ സ്റ്റീൽ പാത്രം ഈ ചൂടുവെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് അങ്ങനെ അത് അതിൻ്റെ ആ ഒരു തണുപ്പ് മാറ്റി ആ ഇളം ചൂടിൽ, അതായത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു ചൂട് കുഞ്ഞിന് കുടിക്കാനുള്ള ഒരു ചൂടാകുമ്പം, ബ്രസ്റ്റ് മിൽക്കിൻ്റെ ചൂട് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിൽ കുറച്ചെടുത്ത് നിങ്ങൾ പിഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലോട്ടൊന്ന് ഒഴിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു ചൂട് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ചൂടിൻ്റെ ആ ഒരു ആ ടെമ്പറേച്ചർ എത്തുമ്പം നിങ്ങൾ അതെടുത്തിട്ട് ഫീഡിംഗ് ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അതുമല്ല, ഈ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇത് ഒരു ഇലക്ട്രോണിക് മെഷീൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു ടെമ്പറേച്ചറിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആവും, നമ്മളങ്ങ് വെച്ച് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവുന്ന ഒരു മെഷീൻ തന്നെയുണ്ട് ചൂടാക്കാനുള്ളത്. അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ, അത് വാങ്ങേണ്ടവർക്ക് വാങ്ങാം, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനൊരു മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ എടുത്ത് വെച്ചത് മാത്രമേ നമുക്ക് ആദ്യം അത് ഉപയോഗിച്ച് തീർക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത കാര്യം എന്താ പറഞ്ഞാൽ, നമ്മൾ ബാഗിൽ സ്റ്റോർ ചെയ്ത് വെച്ചു, എങ്ങനെ കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞിന് കൊടുക്കുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫീഡിംഗ് ബോട്ടിൽ, ഞാൻ ഫീഡിംഗ് ബോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീഡിംഗ് ബോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, ഇപ്പോൾ ഫിലിപ്സിൻ്റെ, അവൻ്റെ അല്ല PGN, അങ്ങനത്തെ നല്ല ബ്രാൻഡ് നോക്കി കുഞ്ഞുങ്ങൾക്ക് വാങ്ങുക. ലോക്കൽ ഐറ്റംസ് വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പം ഓഫീസിലൊക്കെ പോവുക, വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓഫീസിലൊക്കെ പോയി, അപ്പോൾ നമുക്ക് ഓഫീസിലായ സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചുകൊണ്ടിരുന്ന, ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അമ്മമാർ ഡ്യൂട്ടിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അമ്മമാർക്ക് ഓഫീസിൽ ചെല്ലുമ്പോഴത്തേക്കും വല്ലാണ്ട് പാല് നിറഞ്ഞ് ബ്രസ്റ്റൊക്കെ കലയ്ക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓഫീസിൽ നിന്ന് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാം. അതായത് നമ്മുടെ ആ പമ്പ് വെച്ചിട്ട്, ഇലക്ട്രോണിക് ആയാലും മാനുവൽ ആയാലും നമ്മൾ ആ പമ്പ് വെച്ച് അത് പിഴിഞ്ഞെടുത്തിട്ട് ഈ ബാഗിലോട്ട്, അതായത് സ്റ്റോറേജ് ബാഗിലോട്ടോ, ഇനിയിപ്പോൾ ടിന്നാണെങ്കിൽ ആ ടിന്നിലോട്ടോ നിങ്ങൾ ഒഴിച്ച് വെച്ചിട്ട് ഒരു കൂളിംഗ് ബാഗ് എന്ന് പറഞ്ഞൊരു ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതായത് അതിനകത്ത് ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെയുള്ളൊരു ബാഗാണത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം, നിങ്ങൾക്കത് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കോ. അപ്പം ആ ബാഗിലോട്ട് ഈ ബ്രസ്റ്റ് മിൽക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് ഓഫീസിൽ നിന്ന് നമ്മുടെ വീട് വരെ എത്തിക്കാം. അതിന് 24 മണിക്കൂർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതായത് അതിനകത്ത് തന്നെ ആ ഒരു കൂളിംഗ് നിന്നോളും. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മളിപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് 2-3 ദിവസത്തേക്കൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു കുറേ ദിവസം മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെയുള്ള സമയത്ത് നമ്മൾ പാല് പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ സ്റ്റോറേജ് ബാഗിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ, നമ്മൾ ഈ 2-3 ദിവസം വീട്ടിലില്ലെങ്കിൽ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുത്ത് വീട്ടിലുള്ളവർ, കുഞ്ഞിനെ നോക്കുന്നവർ ഇത് ഇടയ്ക്കെടുത്ത് കുഞ്ഞിന്, അത് നമ്മൾ ഫോർമുല മിൽക്ക് കൊടുക്കുന്ന പോലെ തന്നെ കുഞ്ഞിന് കൊടുത്താൽ മതി. അപ്പോൾ ഫോർമുല മിൽക്കും അല്ല, നമ്മുടെ തന്നെ ബ്രസ്റ്റ് മിൽക്ക്, വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് മര്യാദയ്ക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ അമ്മമാർക്ക് സമാധാനമായി, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കുടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നല്ലോ, വേറെ ഒരു ദോഷമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിലൊരു സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസിൽ നിന്നൊക്കെയാണെങ്കിൽ തന്നെ വല്ലാണ്ട് പാല് നിറയുന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞെടുത്ത് ബാഗിൽ വെച്ചാൽ, കൂളിംഗ് ബാഗിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ടും കൊണ്ടുവരാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇതൊരു എന്താ പറയുക, നല്ലൊരു സൊല്യൂഷനാണ് വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക്. അവരുടെ പാല് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളൊരു ആ ഒരു സന്തോഷം അവർക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം, പാല് പിഴിഞ്ഞെടുക്കുന്ന രീതികൾ ഞാൻ പറഞ്ഞു. 3 മെത്തേഡാണുള്ളത്. ഒന്ന് കൈകൊണ്ട് പിഴിയുക, അതായത് റിസ്ക് ആണ്. അല്ലെങ്കിൽ മാനുവൽ ബ്രസ്റ്റ് പമ്പ് ഉണ്ട്, അതുകൊണ്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉണ്ട്, അതുകൊണ്ട് പിഴിഞ്ഞെടുക്കാം. ഈ പിഴിഞ്ഞെടുത്തത് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ടിന്നുണ്ട്, ഇതിനകത്തോട്ടാണ് നമ്മൾ ഒഴിച്ച് വെക്കേണ്ടത്. ടിന്ന് ആ വരുന്നത് ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അത് പിന്നെ യൂസ് ആൻഡ് ത്രോ ആണ്. 1 ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീയൂസ് ചെയ്യരുത്.
അതായത് അടുത്തത് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്തത് ബാഗിലാക്കി വെച്ചത് നമ്മൾ റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ നമുക്കൊരു 4 to 6 hours വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പം ഫ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയാണ് വെക്കുന്നതെങ്കിൽ, ഫ്രീസറിൻ്റെ തൊട്ട് താഴെയാണ് വെക്കുന്നതെങ്കിൽ അതൊരു 4 days വരെ നമുക്ക് മാക്സിമം ലൈഫ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ നമുക്കൊരു 3 month വരെ നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാം. അതായത് അമ്മമാർക്ക് അത്രയും നാളത്തെ ആ ഒരു 3 മാസത്തേക്ക് വരത്തേക്ക് വരെയുള്ള ലൈഫ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത്രയും നാളത്തേക്ക് വരെ കുഞ്ഞുങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഒന്ന് യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു തവണ എടുത്ത ഒരു ബാഗ് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ പിന്നെ എടുത്ത് ഫ്രീസറിലോട്ട് വെക്കരുത്, അത് കൊള്ളത്തില്ല. ആ ഉപയോഗിച്ചത് അങ്ങനെ തന്നെ ഉപയോഗിച്ച് തീർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ അതിൻ്റെ മിച്ചം എന്തെങ്കിലും ഉണ്ട്, ഉപയോഗിച്ചിട്ട് കുഞ്ഞ് അത്രയും കുടിച്ചില്ല, മിച്ചം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും സെമി സോൾഡൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഈ പാലം ഒഴിച്ച് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വേസ്റ്റ് ആവത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ അല്ല കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കണം എന്നുള്ളത് ഒരു ഇളം ചൂട് പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഈ ബാഗ് തുറന്ന് പാൽ എടുത്ത് ഇട്ട് അതൊന്ന് ചൂടാക്കുക. ബ്രസ്റ്റ് മിൽക്കിൻ്റെ ആ ഒരു ചൂടാകുമ്പോൾ കുഞ്ഞിന് കുടിക്കാനുള്ള ചൂടാകുമ്പം അത് ഫീഡിങ് ബോട്ടിൽ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഫീഡിങ് ബോട്ടിൽ കൊടുക്കാവുന്നേ ഉള്ളൂ. ഫീഡിങ് ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, പിന്നെ ഓഫീസിൽ നിന്നൊക്കെ പാല് വല്ലാണ്ട് ബ്രസ്റ്റിൽ നിറയുന്ന അമ്മമാർക്ക് ഈ പമ്പ് ഉപയോഗിച്ച് അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് ഈ കൂളിംഗ് ബാഗിൽ തന്നെ വെക്കണം കേട്ടോ. കൂളിംഗ് ബാഗിൽ തന്നെ വെക്കാവുള്ളൂ, കൂളിംഗ് ബാഗിൽ തന്നെ കൊണ്ടുവരാവുള്ളൂ. അല്ലാതെ വേറെ ബാഗിലല്ലാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പാല് കേടായി പോകും. അപ്പോൾ കൂളിംഗ് ബാഗിൽ വെച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലോട്ട് എത്തിച്ച് ഫ്രീസറിലോട്ട് മാറ്റി വെച്ചോളൂ. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ഓക്കെ, ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. എല്ലാം ഈ സ്റ്റോറേജ് ബാഗിൻ്റെ ആയാലും പമ്പിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, ഫീഡിംഗ് ബോട്ടിലിൻ്റെ അടക്കം. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.